അമേരിക്കൻ പൗരത്വ കുടിയേറ്റ സേവന വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിലെ H-1B വിസ നറുക്കെടുപ്പിന് 3,43,981 അപേക്ഷകരെ ലഭിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇത് 4,70,342 ആയിരുന്നു. 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ അപേക്ഷകരുടെ എണ്ണമാണിത്. ഇത് വിസ പ്രോഗ്രാമിനെ കമ്പനികൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലെ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. H-1B വിസ നറുക്കെടുപ്പിലെ ക്രമക്കേടുകൾ തടയാൻ USCIS പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫലമായി അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. പുതിയ നിയമം അനുസരിച്ച് ഓരോ തൊഴിലാളികൾക്കും നറുക്കെടുപ്പിൽ തുല്യ അവസരം ലഭിക്കും. ഒന്നിലധികം തൊഴിലുടമകൾ ഒരാൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും എല്ലാവർക്കും ഒരേ പരിഗണനയാണ്. മുൻപ് വ്യാജ അപേക്ഷകൾ നൽകി ചിലർക്ക് കൂടുതൽ സാധ്യത ലഭിച്ചിരുന്നത് തടയാൻ ഇത് സഹായിക്കും. ഈ വർഷം ഏകദേശം 2% വ്യാജ അപേക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 50%-ലധികമായിരുന്നു. പുതിയ നിയമങ്ങൾ ഫലം കാണുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതേസമയം വ്യക്തിഗത അപേക്ഷകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 26.5% കുറവാണ് കാണിക്കുന്നത്. 2025 സെലക്ഷൻ സൈക്കിളിൽ അപേക്ഷാ ഫീസ് കുത്തനെ കൂടിയിരുന്നു. $10 ആയിരുന്നത് $215 വർദ്ധിപ്പിച്ചത്. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും H-1B വിസയുടെ വാർഷിക പരിധിയായ 85,000-ലധികമാണ് ഇപ്പോഴുമുള്ള അപേക്ഷകരുടെ എണ്ണം. വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ പല H-1B വിസ ഉടമകളെയും US അതിർത്തിയിൽ തടയുകയോ വിസ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ട്. H-1B, B-1 വിസകളുള്ളവരെയാണ് പ്രധാനമായും തടയുന്നത്. നിയമപരമായി വിസയെടുത്ത പ്രൊഫഷണൽസിൽ പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അമേരിക്കൻ ടെക് കമ്പനികൾക്ക് വിദഗ്ധരായ വിദേശ ജീവനക്കാരെ നിയമിക്കാൻ സഹായിക്കുന്ന H-1B വിസ US കുടിയേറ്റ നയത്തിലെ പ്രധാന വിഷയമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഈ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. രാജ്യത്തിന്റെ താൽപ്പര്യവും തൊഴിൽ ശക്തിയുടെ ആവശ്യകതയും ഒരുപോലെ പരിഗണിച്ച് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്താൻ അധികൃതർ ശ്രമിച്ചിരുന്നു. ഓരോ തൊഴിലാളിക്കും നറുക്കെടുപ്പിൽ തുല്യ അവസരം ലഭിക്കും എന്ന് USCIS ഉറപ്പാക്കുന്നു. 1990-ലാണ് H-1B വിസ ആരംഭിച്ചത്. അമേരിക്കൻ കമ്പനികൾക്ക് സ്റ്റീം മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരെ നിയമിക്കാൻ ഇത് സഹായകമാണ്. ഈ വിസ ഉപയോഗിച്ച് വിദേശ തൊഴിലാളികൾക്ക് താൽക്കാലികമായി അമേരിക്കയിൽ ജോലി ചെയ്യാം. സാധാരണയായി 6 വർഷം വരെ ഈ വിസയുടെ കാലാവധി നീട്ടാൻ സാധിക്കും. 1991-നും 2022-നും ഇടയിൽ H-1B വിസ നൽകുന്നവരുടെ എണ്ണം 4 മടങ്ങ് വർദ്ധിച്ചു. 2019-ൽ ഏകദേശം 5,83,420 വിദേശ പൗരന്മാർ H-1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് USCIS കണക്കാക്കുന്നത്. H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 2025 സാമ്പത്തിക വർഷം മുതൽ USCIS പുതിയൊരു രീതി നടപ്പാക്കി. അതായത് ഒരാൾക്ക് വേണ്ടി ഒന്നിലധികം കമ്പനികൾ അപേക്ഷിച്ചാലും അയാളുടെ പേര് ഒരൊറ്റ തവണ മാത്രമേ പരിഗണിക്കൂ. മുൻപ് ഒരു വ്യക്തിക്ക് വേണ്ടി പല കമ്പനികൾ അപേക്ഷിക്കുമ്പോൾ ഓരോ അപേക്ഷയും വെവ്വേറെ പരിഗണിച്ചിരുന്നു. ഈ രീതി മാറിയതോടെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. H-1B വിസയുടെ ഫീസ് കുത്തനെ കൂട്ടിയത് അപേക്ഷകരുടെ എണ്ണം കുറയാൻ ഒരു കാരണമാണ്. 2024 ഏപ്രിലിൽ USCIS പലതരം ഇമിഗ്രേഷൻ ഫീസുകളും കൂട്ടി. H-1B വിസയുടെ രജിസ്ട്രേഷൻ ഫീസ് 2050% വരെ വർദ്ധിപ്പിച്ചു. അതായത് $10 ആയിരുന്നത് $215 ഈ പുതിയ ഫീസ് ഘടന വന്നതിന് ശേഷമുള്ള ആദ്യത്തെ H-1B സീസൺ ആയിരുന്നു ഇത്. H-1B അപേക്ഷാ ഫീസ് 70% വർദ്ധിപ്പിച്ച് $460 നിന്ന് $780 ആക്കി. കൂടാതെ $600 പുതിയ അഭയ ഫീസും H-1Bക്കും മറ്റ് അപേക്ഷകർക്കും ഒപ്പം ചേർത്തു. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസിയുടെ പഠനമനുസരിച്ച് ഈ ഫീസ് വർധനവ് കാരണം ഓരോ H-1B വിസയ്ക്കും നിയമപരവും സർക്കാർപരവുമായ ഫീസുകൾ ഉൾപ്പെടെ $33,000 കൂടുതൽ ചെലവ് വരും. ഈ ഫീസ് വർധനവ് പല കമ്പനികളെയും പ്രതികൂലമായി ബാധിച്ചു. പ്രത്യേകിച്ചും ധാരാളം H-1B അപേക്ഷകൾ സമർപ്പിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. പുതിയ ഫീസ് കാരണം ചില ഇന്ത്യൻ IT കമ്പനികൾക്ക് വിസ പ്രോസസ്സിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്ന് ഇമിഗ്രേഷൻ നിയമ വിദഗ്ധൻ മുന്നറിയിപ്പ് നൽകുന്നു. USCIS മുൻവർഷങ്ങളിലെ H-1B അപേക്ഷകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. 2023-24 വർഷത്തിലെ അപേക്ഷകളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണങ്ങളുടെ ഫലമായി ചില അപേക്ഷകൾ റദ്ദാക്കുകയും ചില കേസുകൾ നിയമ നടപടികൾക്കായി കൈമാറുകയും ചെയ്തു. തട്ടിപ്പ് തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കിയതിലൂടെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെന്ന് USCIS വിശ്വസിക്കുന്നു. ഓരോ അപേക്ഷകനും പാസ്പോർട്ട് വിവരങ്ങൾ നൽകണമെന്ന നിബന്ധന വന്നതോടെ തട്ടിപ്പിനുള്ള സാധ്യതകൾ കുറഞ്ഞു. 2025-26 വർഷത്തിലെ വിവരങ്ങൾ USCIS തുടർന്നും പരിശോധിക്കും. H-1B വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ കമ്പനികളെയും അപേക്ഷകരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം അപേക്ഷകർ നൽകുന്ന രീതി ഇല്ലാതായതോടെ കമ്പനികൾ കൂടുതൽ ശ്രദ്ധയോടെ ആളുകളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി.
ഇത് ഓരോ കമ്പനിയും നൽകുന്ന അപേക്ഷകളുടെ എണ്ണം കുറയാൻ കാരണമായി. മുൻപ് ശരാശരി 8.9 അപേക്ഷകൾ നൽകിയിരുന്നത് ഇപ്പോൾ 6.0 കുറഞ്ഞു. H1B വിസ കൂടുതലായി ഉപയോഗിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് വിസ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും വിസയുടെ എണ്ണം പരിമിതമായിരിക്കുന്നത് ഇതിനൊരു കാരണമാണ്. എന്നാൽ പുതിയ നിയമം എല്ലാവർക്കും തുല്യമായ അവസരം നൽകുന്നുണ്ട്. ഫീസ് വർധനവ് ചെറിയ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയ IT കമ്പനികൾക്ക് ഇത് വലിയ ചിലവുണ്ടാക്കും. കാരണം അവർ ധാരാളം ആളുകൾക്ക് വേണ്ടി H1B വിസയ്ക്ക് അപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ഉൽപ്പാദന കമ്പനികൾക്ക് ഇതത്ര വലിയ പ്രശ്നമുണ്ടാക്കില്ല. കാരണം അവർ കുറഞ്ഞ എണ്ണം അപേക്ഷകരെ മാത്രമേ സാധാരണയായി സ്പോൺസർ ചെയ്യാറുള്ളൂ. അമേരിക്കൻ വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു. വിസ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. H1B വിസയുള്ള പല ആളുകൾക്കും ഇന്ത്യയിൽ നിന്ന് തിരികെ വരുമ്പോൾ വിസ റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. പുതിയ നിയമങ്ങൾ വന്നതോടെ രണ്ടാമതൊരു നറുക്കെടുപ്പിനുള്ള സാധ്യത കുറവാണ്. മുൻ വർഷങ്ങളിൽ ആദ്യ നറുക്കെടുപ്പിൽ മതിയായ അപേക്ഷകരെ കിട്ടാതെ വരുമ്പോൾ USCIS രണ്ടാമതും നറുക്കെടുപ്പ് നടത്തിയിരുന്നു. ഉദാഹരണത്തിന് 2025 സാമ്പത്തിക വർഷത്തിൽ ഓഗസ്റ്റ് 2024 രണ്ടാമത്തെ നറുക്കെടുപ്പ് നടത്തി 13,607 പേരെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇപ്പോൾ കമ്പനികൾ നല്ല അപേക്ഷകരെ മാത്രം തിരഞ്ഞെടുക്കുന്നതിനാൽ രണ്ടാമതൊരു നറുക്കെടുപ്പിന് സാധ്യതയില്ല. H1B വിസയുടെ അപേക്ഷകരുടെ എണ്ണത്തിലുണ്ടായ കുറവ് അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടല്ല, പുതിയ നിയമങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 2025 അപേക്ഷിച്ച് 2026 26.9% കുറവുണ്ടായി. ഇതിന് പ്രധാന കാരണങ്ങൾ ഗുണഭോക്താവിനെ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് രീതി, ഫീസ് വർധനവ്, തട്ടിപ്പ് തടയൽ എന്നിവയാണ്. അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും 85,000 വിസകൾക്കായി 3,40,000-ലധികം അപേക്ഷകൾ വരുന്നുണ്ട്. ഇത് കാണിക്കുന്നത് വിസയ്ക്ക് ഇപ്പോഴും ആവശ്യക്കാരുണ്ടെന്നാണ്. കമ്പനികളും അപേക്ഷകരും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. USCIS ഈ മാറ്റത്തെ നല്ല രീതിയിലാണ് കാണുന്നത്. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞത് കൂടുതൽ സുതാര്യതയും കൃത്യതയും വന്നതുകൊണ്ടാണെന്ന് അവർ പറയുന്നു.